പേടിച്ചു വിറയ്ക്കുന്ന അനുഗ്രഹം. ഈ വചനം ഒരുപക്ഷെ കേൾക്കുമ്പോൾ അതെന്താ ഈ പേടിച്ചു വിറയ്ക്കുന്ന അനുഗ്രഹം? യിരെമ്യാവിന്റെ പുസ്തകം 33:9 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് ഇങ്ങനെ പറയുകയാണ്, ഞാൻ അവർക്ക് വരുത്താനിരിക്കുന്ന നന്മ ഭൂജാതികളുടെ മുമ്പാകെ ഒരു വലിയ ആനന്ദ നാമമാക്കി മാറ്റുകയും ഞാൻ അവർക്ക് നന്മ കൊടുക്കുകയും ഞാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്ന ഭൂവാസികളെല്ലാം പേടിച്ചു വിറയ്ക്കും. അനുഗ്രഹത്തിന് പലതരത്തിലുള്ള തട്ടുകളുണ്ട്. കൃപയാൽ ചില വ്യക്തികളോട് നമ്മൾ ചോദിക്കുമ്പോൾ പറയും, ഞാൻ കൃപയാൽ ഇങ്ങനെ പോവുകയാണ്, ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നു. ചിലരെ നമുക്ക് കാണാൻ സാധിക്കും, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ അവരോടൊന്നും ചോദിക്കാതെ തന്നെ ദേശത്തിന്റെ നടുവിൽ ഉന്നതങ്ങളിൽ ഉയർച്ചകൾ പ്രാപിച്ച് അബ്രഹാമിനെ പോലെ ദേശത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ടവരായ ചിലരുണ്ട്. അവരെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ചോദിക്കത്തില്ല എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കത്തില്ല. അല്ലാതെ തന്നെ അവര് ആ അനുഗ്രഹത്തെ നമ്മൾ കാണത്തക്ക രീതിയിൽ അത് വെളിപ്പെടുവാനിടയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ പറയുകയാണ് പേടിച്ചു വിറയ്ക്കുന്ന അനുഗ്രഹം. ഇസ്രായേൽ ജനത്തെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ അതൊരു സാധാരണ അനുഗ്രഹമല്ല. മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് ദൈവം അവർക്ക് കാടപ്പക്ഷികളെ വരുത്തി കൊടുക്കുന്നു, അവർക്ക് ആകാശം തുറന്ന് മന്നയെ കൊടുക്കുന്നു. ഇത് ഒരു ലോകത്തൊരു മനുഷ്യനോ ശക്തികൾക്കോ ചിന്തിക്കാൻ പറ്റാത്ത അനുഗ്രഹമാണ്. കാരണം അതുകൊണ്ടാണ് ഓരോ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചവർ മുന്നോട്ട് പോകുമ്പോൾ അവരെക്കുറിച്ച് കേട്ടതായ എല്ലാ രാജ്യങ്ങളും പേടിച്ചു വിറച്ചു എന്നാണ് പറയുന്നത്. യെരിഹോം നിവാസികൾ പറയുന്നു, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോയി. അതുപോലെ ഇന്ന് ദൈവാത്മാവ് പറയുകയാണ്, നിന്റെ ജീവിതത്തിനകത്ത് വളരെ നാളുകളായി അടിമത്ത നുഖത്തിൽ കിടക്കുന്ന യിരെമ്യാവ് അടിമത്ത നുഖത്തിൽ കിടക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രവചന ദൂതായി പറയുന്നത്, എന്റെ ജനത്തെ 10-70 വർഷങ്ങളായി ഈ അടിമത്ത നുഖത്തിനകത്തിട്ടിരിക്കുന്ന ഈ ജനങ്ങളൊക്കെ കാണത്തക്ക രീതിയിൽ പേടിച്ചു വിറയ്ക്കുന്ന രീതിയിൽ ഞാൻ അവർക്ക് നന്മ വരുത്താൻ പോവുകയാണ്, ഞാൻ അവർക്ക് ആനന്ദം കൊടുക്കാൻ പോവുകയാണ് എന്ന് കർത്താവ് പറയുന്നു. വർഷങ്ങളായി നാളുകളായി നിന്റെ ജീവിതത്തെ നോക്കി നാട്ടുകാര് ബന്ധുക്കൾ പലരും നിന്ദിച്ചും പരിഹസിച്ചും അപവാദം പറഞ്ഞും പല നിലവാരങ്ങളിൽ നിന്നെ നോക്കി കളിയാക്കി ഈ നാമം എടുത്തുകൊണ്ട് ഇറങ്ങിയ ഇവന് എന്ത് നന്മയാണ് ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ അടിമത്ത് നുകത്തി കിടക്കുകയല്ലേ, ഇവൻ പല നിലവാരങ്ങളിൽ ദാരിദ്ര്യത്തിൽ കിടക്കുകയല്ലേ, ഇവന്റെ ലൈഫിൽ ഒരു നന്മ പോലും ഇല്ലല്ലോ, ഇവൻ എവിടെ ചെല്ലുമ്പോൾ അവിടെ എല്ലാ ഡോറുകൾ അടഞ്ഞു പോവുകയാണല്ലോ. എന്നാൽ ഇന്ന് ദൈവാത്മാ പറയുന്നു, സകലരും പേടിച്ചു വിറയ്ക്കുന്ന ഒരു വലിയ അത്ഭുതം ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നു. കർത്താവേ, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്, ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് എന്റെ ഭാവി എന്തായി തീരും, എന്റെ മുമ്പിൽ ഒരു നന്മ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നിന്റെ കർത്താവ് നീ പോലും ഭയപ്പെട്ടു പോകുന്ന രീതിയിൽ, നാട്ടുകാർ പേടിക്കുന്ന രീതിയിൽ ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ആമേൻ.